സ്റ്റുഡിയോ ഫ്ലാഷുകളുടെ ഒരു ട്രാൻസ്പോർട്ടേഷനുള്ള ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിയെ കവർ ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ട്രോബ് ലൈറ്റാണ് പോർട്ടബിൾ ഫ്ലാഷുകൾ. പോർട്ടബിൾ ഫ്ലാഷുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റീചാർജബിൾ അല്ലെങ്കിൽ ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫ്ലാഷുകളെയാണ്. പോർട്ടബിൾ ഫ്ലാഷുകൾ സാധാരണയായിട്ട് ക്യാമറയുടെ ഹോട്ട് ഷൂവിലേക്കാണ് കണക്ട് ചെയ്യാറുള്ളത്. പക്ഷെ പല സമയത്തും ഹോട്ട് ഷൂവിൽ മൗണ്ട് ചെയ്യാതെ സ്റ്റാൻഡിൽ പുറത്തു വെച്ചിട്ടും ഫോട്ടോ എടുക്കാറുണ്ട്. പോർട്ടബിൾ ഫ്ലാഷിൻ്റെ പവർ പറയുന്നത് ഗൈഡ് നമ്പേഴ്സിലാണ്. ഗൈഡ് നമ്പർ കൂടുന്തോറും ആ ഫ്ലാഷിന് പവർ കൂടുതലായിരിക്കും. സാധാരണയായിട്ട് ഇന്ന് വരുന്ന ഫ്ലാഷുകളിൽ ഏറ്റവും ചുരുങ്ങിയത് ഗൈഡ് നമ്പർ 38 ഉള്ളതാണ്. അതിലും താഴോട്ടുള്ള ഫ്ലാഷുകൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം. പക്ഷേ ഗൈഡ് നമ്പർ 38 തന്നെ വളരെ കുറഞ്ഞ ലൈറ്റാണ്. നിങ്ങൾക്ക് ഗൈഡ് നമ്പർ 60 ഓർ എബോവ് ഉള്ള ഒരു ഫ്ലാഷ് ഉണ്ടെങ്കിലാണ് വളരെ കൃത്യമായിട്ട് ഫോട്ടോസ് കവർ ചെയ്തെടുക്കാൻ പറ്റുക. ഗൈഡ് നമ്പർ കൂടുതലുള്ള ഫ്ലാഷുകൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. പോർട്ടബിൾ ഫ്ലാഷുകളെ ആദ്യമായിട്ട് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് ഒന്ന് മൗണ്ടഡ് ഫ്ലാഷുകളും മറ്റൊന്ന് ഓഫ് ക്യാമറ ഫ്ലാഷുകളും. അതായത് സിമ്പിളായി പറയുകയാണെങ്കിൽ ഒന്ന് ക്യാമറയുടെ ഹോട്ട് ഷൂവിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈപ്പ് ഫ്ലാഷുകളും മറ്റൊന്ന് പുറത്ത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തരം ഫ്ലാഷുകളിലും. മൗണ്ടഡ് ഫ്ലാഷുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയിൽ ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും. നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ പോപ്പപ്പ് ചെയ്ത് തരുന്ന ബിൽറ്റ് ഇൻ ഫ്ലാഷുകൾ ഒരു പ്രധാന ഉദാഹരണമാണ്. അതുകൂടാതെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഫ്ലാഷുകൾ വാങ്ങിയിട്ട് നിങ്ങളുടെ ഹോട്ട് ഷൂവിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്തിട്ടും ഉപയോഗിക്കാം. ഇത് നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ ഈ മൗണ്ടഡ് ഫ്ലാഷും ഓഫ് ക്യാമറ ഫ്ലാഷും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ മൗണ്ടഡ് ഫ്ലാഷ്, ഓഫ് ക്യാമറ ഫ്ലാഷ് ഈ രണ്ട് കാറ്റഗറി ഓർത്തിരിക്കുക. മൗണ്ടഡ് ഫ്ലാഷ് ആണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുമ്പോൾ റെഡ് ഐ എന്ന കണ്ണുകൾ ചുവന്നു വരുന്ന ഒരു പ്രശ്നം, അതായത് നിങ്ങൾ ഒരാളിൻ്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അയാളുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കണ്ണ് ചുവന്നു വരുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് ഓഫ് ക്യാമറ ഫ്ലാഷുകളാണ്. ഓഫ് ക്യാമറ ഫ്ലാഷുകൾ ഉപയോഗിക്കുമ്പോൾ സാധാരണയായിട്ട് റെഡ് ഐ എന്നുള്ള പ്രശ്നം വരാറില്ല. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ബിൽറ്റ് ഇൻ ഫ്ലാഷുകൾ പലപ്പോഴും നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിൽ ഹൈ കോൺട്രാസ്റ്റ് എന്നൊരു ഇഷ്യൂ വരുത്താറുണ്ട്. അതുകൊണ്ട് ബിൽറ്റ് ഇൻ ഫ്ലാഷ് എന്ന ഒരു ഫ്ലാഷ് ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ അവൈലബിൾ ലൈറ്റിൽ ഫോട്ടോ എടുക്കാൻ പഠിക്കുക. ഒരിക്കലും ബിൽറ്റ് ഇൻ ഫ്ലാഷുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ചിത്രം മോശമായിപ്പോവും എന്നൊരു 100% ഗ്യാരണ്ടി ഒന്നും ഞാൻ പറയുന്നില്ല. പലപ്പോഴും ആ ചിത്രം കാണാൻ ഭംഗിയില്ലാത്ത രീതിയിലേക്ക് ആക്കി തീർക്കാൻ ബിൽറ്റ് ഇൻ ഫ്ലാഷുകൾക്ക് സാധിക്കാറുണ്ട്. പക്ഷേ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് ബിൽറ്റ് ഇൻ ഫ്ലാഷ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നതിൽ ഒരിക്കലും തെറ്റില്ല. പക്ഷേ കഴിയുന്നതും ബിൽറ്റ് ഇൻ ഫ്ലാഷുകൾ ഒഴിവാക്കുക. ഇതിൻ്റെ പുറകെ വരുന്ന സെഷനുകളിൽ എങ്ങനെയാണ് ബിൽറ്റ് ഇൻ ഫ്ലാഷ് ഫോട്ടോഗ്രാഫി മനോഹരമാക്കാം എന്ന് ഞാൻ വിശദമായി പറയുന്നുണ്ട്. ആ സമയത്തേക്ക് കൂടുതൽ വിവരങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം.